ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം, അനന്തപുരം. സരോവര മധ്യത്തിൽ നിലകൊള്ളുന്ന ഒരൊറ്റ ക്ഷേത്രം. കേരളക്കരയെ ഒട്ടാകെ ഒരു ഗുഹയാൽ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലാണ്. മൂവായിരം വർഷത്തോളം പഴക്കം ചെന്ന ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ബിൽവമംഗലം സ്വാമിയാർ എന്നാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം അനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നു. ഇതിന്റെ ഐതിഹ്യം പറയപ്പെടുന്നത് ഇങ്ങനെ: ഒരിക്കൽ ബിൽവമംഗലം സ്വാമി അനന്തപുരം ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബ്രാഹ്മണ വേഷത്തിൽ ഒരു കുട്ടി എത്തിച്ചേരുന്നു. ഈ കുട്ടി സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന കാര്യം സ്വാമി അറിയുന്നില്ല. സ്വന്തം വീട്ടുകാർ ആരുമില്ലെന്ന അറിവോടുകൂടി സ്വാമി കുട്ടിയെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു. ഒരു ദിവസം വികൃതി കാട്ടിയ കുട്ടിയെ സ്വാമി തല്ലുകയും അപ്പോൾ അവിടെ ഒരു ഗുഹ രൂപപ്പെടുകയും ചെയ്യുന്നു. ഗുഹയിലൂടെ നടന്നു നീങ്ങിയ കുട്ടിക്ക് എന്തോ ഒരു ചൈതന്യമുള്ളതായി സ്വാമി അറിയുകയും കുട്ടിയെ തിരഞ്ഞ് അതേ ഗുഹയിലൂടെ സ്വാമിയും നടന്നു നീങ്ങുന്നു. നടന്ന് സ്വാമി ഒരു മരത്തണലിൽ എത്തിച്ചേരുകയും അവിടെ സാക്ഷാൽ മഹാവിഷ്ണു കിടക്കുന്നതുമാണ് കണ്ടത്. വിശന്നു വലഞ്ഞ് എന്തെങ്കിലും ആഹാരം തരണമെന്ന് ഭഗവാൻ ആരാഞ്ഞപ്പോൾ സ്വാമി ആദ്യം കിട്ടിയ മാങ്ങയാണ് ഭഗവാന് നിവേദിച്ചത്. ആ മാങ്ങ ഇന്നും ഭഗവാന് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിവേദിക്കാറുണ്ട്. അന്ന് ഭഗവാൻ കിടന്നിരുന്ന ആ വൃക്ഷത്തണലിലാണ് ഇന്ന് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നത്. നൂറ്റാണ്ടുകൾക്കു മുമ്പേ കുമ്പള അനന്തപുരം ക്ഷേത്രത്തിൽ ഒരു കുളവും ആ കുളത്തിൽ ഒരു മുതലയും ഉണ്ടായിരുന്നു. ആ മുതല ഭഗവാന്റെ മുതലയായിരുന്നു. ബബിയ എന്നാണ് ആ മുതലയെ വിളിച്ചിരുന്നത്. 1946 ബ്രിട്ടീഷ് മിലിറ്ററിയാൽ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും പട്ടാളക്കാർ ആ മുതലയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. പക്ഷേ മുതലയെ വെടിവെച്ചു കൊന്ന 3 പട്ടാളക്കാർ ഉടനടി മരിച്ചു വീണു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾക്കു മുമ്പ് തന്നെ വീണ്ടും ഒരു മുതല പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ മുതല എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും ആർക്കും ഒരറിവുമില്ല. എന്നും ഇവിടെ മുതലയ്ക്ക് 2 നേരം നിവേദ്യം കൊടുക്കാറുണ്ട്. രാവിലെ 7 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കുമാണ് മുതലയ്ക്ക് നിവേദ്യം നൽകാറുള്ളത്. ആയുർവേദ ഔഷധങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇവിടെ അനന്തപത്മനാഭസ്വാമി വിഗ്രഹം. ഭഗവാന്റെ ശയനപ്രതിഷ്ഠയാണ് നമുക്ക് തിരുവനന്തപുരം ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നതെങ്കിൽ ഇവിടെ ഭഗവാനെ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തിന്റെ ഒരു വശത്ത് തിരുവനന്തപുരത്ത് അനന്തശയനനായും മറുവശത്ത് കാസർഗോഡ് കുമ്പളയിൽ ഇരിപ്പുറപ്പിച്ചും ഭഗവാൻ കേരള ജനതയെ ഒന്നടങ്കം സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.